ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, അതായത് നമ്മളൊരു മാസ്റ്റർ ബെഡ്റൂം ചെയ്യുന്ന സമയത്ത് അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഗ്രേ കോമ്പിനേഷൻ വരുന്ന ഗ്രേ ആൻഡ് ചെറിയൊരു ബീജ് കളറിൽ വരുന്ന കോമ്പിനേഷൻ വരുന്ന ബാത്റൂമിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ നമ്മളൊരു ബാത്റൂം ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ ലെയറിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആദ്യം വരുന്ന സമയത്ത്, അതായത് ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് വാഷ് ബേസിൻ, തൊട്ടപ്പുറത്തെ ഏരിയ നമുക്ക് ക്ലോസറ്റിൻ്റെ ഏരിയ, തൊട്ടപ്പുറത്തെ ഏരിയ എന്ന് വെച്ചാൽ കുളിക്കുന്ന ഏരിയ, ഇങ്ങനെ 3 ലെവലിലും 3 സെക്ഷനും ഒരേ ലെവലിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ബാത്റൂം നമുക്ക് നല്ല രീതിയിൽ സ്പേസ് യൂസ് ചെയ്യാനും പറ്റും, സ്പേസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് കാര്യങ്ങൾ, അതായത് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുളിക്കുന്ന ഏരിയ സെപ്പറേറ്റ് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ യാതൊരു തടസ്സമില്ലാത്ത രീതിയിൽ നമുക്ക് നീറ്റായിട്ട് ചെയ്യാനും സാധിക്കും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീൽഡ് ഫ്ലഷ് വിത്ത് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാഫ് പെഡസ്റ്റലിന് വേണ്ടിയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹാഫ് പെഡസ്റ്റൽ നമുക്ക് കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഹാഫ് പെഡസ്റ്റൽ ചെയ്യാവുന്ന രീതിയിലാണ് വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൺസീൽഡ് ഫ്ലഷ്, നമ്മൾ ഫ്ലഷ് ചെറിയ രീതിയിൽ ഒരു 4 ഇഞ്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാഗറിൻ്റെ ക്ലോസറ്റുകൾ യൂസ് ചെയ്തിരിക്കുന്നു. അതായത് ഇത് കൺസീൽഡ് ഫ്ലഷും അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് ക്ലോസറ്റിൻ്റെ അടിവശം നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കാനും യൂസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡൈവേർട്ടറിൻ്റെ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. മിക്സഡ്, അതായത് ഒറ്റ ടാപ്പേ മാത്രമേ ഉണ്ടാവുള്ളൂ, താഴെ ഒരൊറ്റ സിസ്റ്റം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറ്റ ലിവർ. ആ ലിവറിൽ തന്നെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മുകളിൽ കൊടുത്തിരിക്കുന്നത് റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു പവർ പ്ലഗും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹീറ്റർ കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടും നമ്മൾ, അതായത് ഹീറ്ററിൻ്റെ ഓപ്ഷൻ തമ്മിൽ ലിങ്ക് ചെയ്തിട്ടിരിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഹോട്ട് വാട്ടറിൻ്റെ ഓപ്ഷനിൽ വെള്ളം വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ്, അത് കുളിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് വേസ്റ്റിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ, അതായത് കുളിക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് മാറി, അതായത് മാറിയിട്ടാണ് നമ്മൾ ടവൽ റാഡ് കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കിൻ്റെ ആ ഏരിയയിൽ നമ്മൾ ടവൽ റാഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നനയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് സൈഡിലേക്ക് മാറി കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിറർ ലാമ്പിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയയിൽ തൊട്ട് മുകളിലായിട്ട് നമ്മളൊരു മിററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ സൈഡിൽ തന്നെ ഒരു പ്ലഗ് സ്വിച്ച്, അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട സ്വിച്ചുകളെല്ലാം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എല്ലാം അപ്പോക്സി വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതായത് ബാത്റൂം ഭാവിയിൽ ലീക്കില്ലാത്ത രീതിയിൽ നമ്മൾ, അതായത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ ടൈലുകളുടെ ഗ്യാപ്പിലൂടെ, അതായത് ടൈൽ ഫില്ലർ നമ്മൾ സാധാരണ നോർമൽ ടൈൽ ഫില്ലറാണ് യൂസ് ചെയ്യുന്നത്. ഭാവിയിൽ ആ ടൈൽ ഫില്ലറുകൾ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് താഴെ നനവുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ അപ്പോക്സി വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ വെള്ളം ലീക്കാവുന്ന പ്രശ്നം തന്നെ ഇല്ല. അപ്പോക്സി ആകുമ്പോൾ നല്ല നീറ്റായിരിക്കും. അതുപോലെ തന്നെ നല്ല ഡിസൈനിങ് ആയിരിക്കും കാണാൻ. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നീറ്റായിട്ട് നല്ല അടിപൊളി ഡിസൈനിങ് നമുക്ക് ബാത്റൂമിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.